തേങ്ങ ഒട്ടും ചേർക്കാതെ നല്ല കൊഴുത്ത ഗ്രേവിയുള്ള ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. പുട്ടിൻ്റെയോ ചപ്പാത്തിയുടെയോ പത്തിരിയുടെയോ പൊറോട്ടയുടെയോ ഏതിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനായിട്ട് വരുന്ന ഒരു കറിയാണ്. മാത്രമല്ല വളരെ ചുരുങ്ങിയ സമയത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതാണ്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. പക്ഷേ ഞാനിത് ബോട്ടിൽ നിന്ന് ഒഴിക്കുന്നതിന് പകരം കവറിൽ നിന്ന് ഒഴിച്ചപ്പോൾ കുറച്ച് അധികമായിട്ടുണ്ട്. അത്ര ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്കൊരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ചെറുതായി ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ യൂസ് ചെയ്താൽ മതി. പൊടികൾ ചേർക്കുമ്പോൾ ഗ്യാസ് സിമ്മിലാക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അതുപോലെ ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞതോ അല്ലെങ്കിൽ ഒന്ന് ചതച്ചതോ നമുക്ക് ചേർക്കാം. കൂടാതെ ഒരു 4 പച്ചമുളക് നടുവെ കീറിയതും ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് ഒന്ന് വഴറ്റാം. ഇവിടെ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ശബ്ദം വരുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ഇവിടെ ഒരു തക്കാളിയാണ് യൂസ് ചെയ്തത്, വട്ടത്തിൽ അരിഞ്ഞതാണ്. ഇനി ഓവർനൈറ്റ് കുതിർത്തിട്ടുള്ള പട്ടാണിക്കടല നല്ല രീതിയിലൊന്ന് കഴുകിയതിന് ശേഷം ചേർക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാനൊരു 200 ഗ്രാം പട്ടാണിയാണ് എടുത്തിട്ടുള്ളത്. ഇനി പട്ടാണിക്കടല വെന്ത് കിട്ടാനുള്ള വെള്ളം ഒഴിക്കാം. ഞാൻ ഇവിടെ 500 ml വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ അടിക്കാം. പിന്നീട് ആവി പോയി തണുത്തതിന് ശേഷം തുറന്ന് നോക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർക്കുക. ഇപ്പോൾ ഉപ്പ് ആവശ്യമെങ്കിൽ ചേർക്കാം. നമുക്ക് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇത് ഒന്ന് കുറുകി വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 2 മിനിറ്റോളം ഒന്ന് തിളച്ചാൽ മതി. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് താളിച്ചെടുക്കാം. കടുക് മാത്രമേ ഞാൻ താളിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. കടുകിനോടൊപ്പം ഇഷ്ടമാണെങ്കിൽ നമുക്ക് കുറച്ച് പെരുംജീരകം കൂടി ചേർക്കാം. വളരെ നേരത്തെ ഓഫീസിൽ പോകുന്നവർക്കും ബാച്ചിലേഴ്സിനും ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറി കേട്ടോ അത്. ഈ കറിക്കൊരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ.